കേവലം 440 രൂപയ്ക്ക് ദുബായിയുടെ തലവര മാറിപ്പോയി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 1937 ദുബായ് ബ്രിട്ടീഷ് കൺട്രോളിലാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ ദുബായിലും ഇന്ത്യൻ റുപ്പേനെ കറൻസി റുപ്പേ പോലെയാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് ദുബായ് സ്ട്രാറ്റജിക് ലൊക്കേഷൻ യാത്ര ചെയ്യുന്നതിന് നല്ലൊരു ആശയം പോലെ തോന്നി. എന്താണെന്ന് വെച്ചാൽ ദുബായ് യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യൻ കൺട്രീസിന്റെ നടുക്കാണുള്ളത്. ബ്രിട്ടീഷ് ഇംപീരിയൽ എയർവേസ് ദുബായ് സമുദ്രത്തിൽ ഫ്ലൈയിങ് ബോട്ട്സിന് ബേസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി അവർ ദുബായുമായി ചേർന്ന് ഒരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യുന്നു. അതായത് ദൂരയാത്രയ്ക്കുള്ള യൂറോപ്പ് ഫ്ലൈയിങ് ബേസ് ദുബായ് സമുദ്രത്തിൽ ലാൻഡ് ചെയ്യും. റീഫില്ലിംഗ് കഴിഞ്ഞ് അതിന് ബ്രിട്ടീഷ് ഇന്ത്യ ഏഷ്യയിലേക്ക് വിടും. ഈ ബേസിന് മാസത്തിൽ കേവലം 440 രൂപ മാത്രമാണ്. ബേസിലുള്ള സെക്യൂരിറ്റിയുടെ സാലറി കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ 440 രൂപ. എന്നാൽ കുറച്ചു വർഷത്തിനുള്ളിൽ തന്നെ ലോകത്തിലെ ഈ മോസ്റ്റ് ബിസിനസ് എയർപോർട്ടായി ഇത് മാറുമെന്ന് ആരും വിചാരിച്ചില്ല. കേവലം കുറച്ച് സിറ്റീസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ എമിറേറ്റ്സ് എയർലൈൻ കേവലം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈനായി മാറി. ഈ വിഷയത്തെ കുറിച്ചാണ്, ഇതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. 1950 ദുബായിലെ സുൽത്താനായിരുന്ന ഷെയ്ഖ് റാഷിദ് ബിൻ അൽ മക്തൂമിന് അവരുടെ കയ്യിലുള്ള ഓയിൽ മാക്സിമം 30-40 വർഷങ്ങൾക്ക് മാത്രമേ കാണുകയുള്ളൂ എന്നറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയും പെട്ടെന്ന് മറ്റൊരു വഴി കണ്ടെത്തണമെന്ന് ആലോചിക്കുന്നു. ദുബായ് എയർവേസിനെ ഉപയോഗിച്ച് ബ്രിട്ടീഷ് എയർവേസ് യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ബിസിനസ് ചെയ്യുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നു. പക്ഷെ ദുബായ് എയർവേസിനകത്ത് റെന്റ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1959 ദുബായ് സുൽത്താൻ എയർപോർട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. 1960 ആദ്യമായി ദുബായിൽ എയർപോർട്ട് ആരംഭിച്ചു. ആ സമയത്ത് ഒറ്റൊരു റൺവേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റൺവേയിൽ ഡോഗ്ലസ് DC-3 അങ്ങനെയുള്ള ചെറിയ ചെറിയ എയർക്രാഫ്റ്റ്സ് മാത്രമേ ലാൻഡ് ചെയ്യാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. 1965 പ്രോപ്പർ മെറ്റൽ റൺവേ ഉണ്ടാക്കിയതിനു ശേഷം മിഡിൽ ഈസ്റ്റ് എയർലൈൻസിലേക്കുള്ള കോമറ്റ് ജെറ്റ് എയർക്രാഫ്റ്റ്സ് ആദ്യമായി ഈ റൺവേയിൽ ഇറക്കി. പതുക്കെ സുൽത്താൻ ദുബായിൽ പുതിയ പുതിയ ഫെസിലിറ്റീസ് ഉണ്ടാക്കി. 1969 ഇവിടെ 9 എയർലൈൻസ് ഉണ്ടായിരുന്നു. ഇത് 20 ഡെസ്റ്റിനേഷനിലേക്ക് പോയിരുന്നു. അങ്ങനെ 1980 ദുബായ് എയർപോർട്ട് ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറിപ്പോയി. എയർ ഇന്ത്യ, കാത്വേ പസഫിക്, സിംഗപ്പൂർ എയർലൈൻസ്, മലേഷ്യ എയർലൈൻസ് തുടങ്ങിയ എയർക്രാഫ്റ്റ് റീഫില്ലിങ്ങിന് വേണ്ടി ഇവിടെ ഇറങ്ങാൻ തുടങ്ങി. ദുബായ്ക്ക് മുൻപ് ഇത് നടന്നിരുന്നത് പാകിസ്ഥാൻ കറാച്ചി എയർപോർട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ദുബായ് എയർപോർട്ട് പാകിസ്ഥാൻ കറാച്ചി എയർപോർട്ടിലേക്കുള്ള മുഴുവൻ സർവീസും ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ആ സമയത്ത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ യാത്ര ചെയ്യാൻ വേണ്ടി ബഹറിലോട്ട് പോകുന്ന ഗൾഫ് എയറിനെയാണ് പോയിരുന്നത്. നല്ല ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിന് വേണ്ടി മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഗൾഫ് എയർ വഴി ദുബായിലെത്തി അവിടെ നിന്ന് ഇന്റർനാഷണൽ യാത്ര ആരംഭിച്ചു. 1980 ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിലെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു. ഗൾഫ് എയർ ദുബായ് ഒഫീഷ്യൽ എയർലൈനായി പ്രഖ്യാപിക്കാൻ ഗൾഫ് എയർ അദ്ദേഹത്തിന് ഓഫർ നൽകി. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഗൾഫ് എയറിന് ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് പോലെ ആകും. അത് മാത്രമല്ല ദുബായും ധാരാളം വികസിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിനു പകരം ഗൾഫ് എയർ വഴി 50% സ്റ്റോക്ക് ദുബായിക്ക് കിട്ടും. പക്ഷെ ഷെയ്ഖ് മുഹമ്മദ് ഈ ഡീലിനെ നിരസിച്ചു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് പാസഞ്ചറിനെ ദുബായിക്ക് കൊണ്ടുവന്നാൽ അവിടെ നിന്ന് പാസഞ്ചർ വേറെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സിന് പോകും. അതുമൂലം ഗൾഫിന് ഇതൊരു ഉപയോഗവുമില്ല. അതുകൊണ്ട് ഗൾഫ് എയർ ദുബായ് ഷെയ്ഖിന് മുൻപിൽ ഈ പ്രൊപ്പോസൽ വെച്ചത്. എന്നാൽ ദുബായ് ഷെയ്ഖ് ഈ പ്രൊപ്പോസൽ വേണ്ടെന്ന് വെച്ചത് മൂലം ദുബായിലേക്ക് പോകുന്ന ഫ്ലൈറ്റ്സ് മുഴുവൻ ഗൾഫ് എയർലൈൻ നിർത്തിവെച്ചു. ഗൾഫ് എയർ എടുത്ത ഈ തീരുമാനം മൂലം ദുബായ് ഇന്റർനാഷണൽ സ്റ്റോക്ക് എയർ നഷ്ടത്തിലായി. അതുമൂലം ദുബായ് ഷെയ്ഖ് നമ്മുടെ സ്വന്തം എയർലൈൻ എമിറേറ്റ്സ് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. എന്നാൽ പുതിയ എയർലൈൻസ് തുടങ്ങണമെങ്കിൽ നേരത്തെ മുതലെയുള്ള എയർലൈൻസിനെ നേരിടണം. ഗൾഫ് എയർ, ബ്രിട്ടീഷ് എയർവേസ്, സിംഗപ്പൂർ എയർലൈൻസ്, എയർ ഇന്ത്യ പോലെയുള്ള എയർലൈൻസിനെ എമിറേറ്റ്സ് നേരിടേണ്ടതായി വരും. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല ആ സമയത്ത് എയർക്രാഫ്റ്റ്സിന്റെ വില എന്നത് $25 മില്യൺ ആണ്. അതുകൂടാതെ എയർലൈൻസിന് വേണ്ടി പൈലറ്റ്, ക്രൂസ്, എഞ്ചിനീയേഴ്സിന് വേണ്ടി കൂടുതൽ പണവും ചെലവാകും. അതായത് ദുബൈയിലെ ഒരു പുതിയ എയർലൈൻസിന് വേണ്ടി $6 മുതൽ $7 കോടി ചെലവാകും. ഇത്ര പണം മുടക്കി കഴിഞ്ഞാലും എയർലൈൻസ് നല്ല രീതിയിൽ പോകുമെന്നതിൽ ഒരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് ദുബായ് ഷെയ്ഖ് നല്ല രീതിയിൽ ആലോചിച്ച് പാകിസ്ഥാനോട് സഹായം ചോദിച്ചു. പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് അഥവാ PIA ദുബായ്ക്ക് 2 ബോയിങ് 737 എയർക്രാഫ്റ്റ്സ് ലീസിന് നൽകി. ഈ എയർക്രാഫ്റ്റ്സിന് മുകളിൽ എമിറേറ്റ്സ് എയർലൈൻ എന്ന് പേര് മാറ്റി നൽകി. എന്നാൽ പൈലറ്റ്, ക്രൂ എല്ലാവരും PIA-യിലുള്ളവരായിരുന്നു. പേരിന് എമിറേറ്റ്സ് ആണെങ്കിലും മാനേജ്മെന്റ് മുഴുവൻ PIA ആണ് നോക്കുന്നത്. ഇതിനു വേണ്ടി ദുബായ് ഷെയ്ഖ് PIA-ക്ക് $1 കോടി നൽകി. അതായത് $7 കോടി നൽകേണ്ട സ്ഥലത്ത് $1 കോടി രൂപയ്ക്ക് കാര്യം നടത്തി. ഒക്ടോബർ 25, 1985 എമിറേറ്റ്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ദുബായിൽ നിന്നും കറാച്ചി വരെ പോയി. അതിനുശേഷം മുംബൈ, ഡൽഹി, കൊളംബോ, ഒമാൻ തുടങ്ങിയ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്തു.
എമിറേറ്റ്സ് തുടങ്ങി ആദ്യ വർഷം തന്നെ 2,60,000 പാസഞ്ചേഴ്സ് യാത്ര ചെയ്തു. അതുമൂലം ആ ഒറ്റ വർഷത്തിൽ തന്നെ ദുബായ് മുടക്കിയ $1 കോടി തിരിച്ചു ലഭിച്ചു. 1987 സ്വന്തം പ്ലെയിൻ വാങ്ങിച്ചതുകൊണ്ട് ലീസിന് കൊണ്ടുവന്ന പ്ലെയിൻ PIAക്ക് തിരികെ നൽകി. 1990 ഗൾഫ് വാർ നടക്കുന്ന സമയത്ത് വലിയ വലിയ എയർലൈൻസ് മിഡിൽ ഈസ്റ്റ് ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആ സമയം എന്ന് പറയുന്നത് ശരിക്കും എമിറേറ്റ്സിന്റെ സമയമാണെന്ന് ആരും കരുതിയില്ല. എമിറേറ്റ്സ് അതിൽ നിന്ന് മാറിയില്ല. ഗൾഫ് വാറിൽ കേവലം എമിറേറ്റ്സ് എയർലൈൻസ് മാത്രമാണ് ഫ്ലൈയിങ് ചെയ്തത്. ഈ രീതിയിൽ എമിറേറ്റ്സ് എയർലൈൻസ് ധാരാളം പാസഞ്ചേഴ്സിനെ ആകർഷിച്ചു. വേറെ എയർലൈൻസ് എക്സ്ട്രാ ചാർജസ് മുടക്കി ചെയ്ത ഫെസിലിറ്റീസിനെ എല്ലാം എമിറേറ്റ്സ് യാത്രക്കാർക്ക് ഫ്രീ ആയി നൽകി. പേഴ്സണൽ വിനോദ പരിപാടികൾ, ലക്ഷറി ക്യാബിൻ, നല്ല ട്രെയിനിങ് തുടങ്ങിയ ഫെസിലിറ്റീസ് എല്ലാം ഫ്രീ ആയി നൽകി. അതുമൂലം എമിറേറ്റ്സ് ധാരാളം വളർന്നു. ലോയൽ പാസഞ്ചേഴ്സിന് വേണ്ടി എമിറേറ്റ്സ് സ്കൈവേഡ് എന്നൊരു പ്രോഗ്രാം കൂടെ തുടങ്ങി. ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിനോടൊപ്പം കൂടി വരുന്ന ദുബായിലെ ജനങ്ങളുടെ എണ്ണവും എമിറേറ്റ്സിന് വിജയത്തിലേക്ക് എത്തിച്ചു. അതായത് ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫ്ലൈറ്റ് റൂട്ട് യൂറോപ്പ് ടു സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതുപോലെ ഓസ്ട്രേലിയ ആണ്. അതായത് ഉദാഹരണം യൂറോപ്പിൽ നിന്ന് ഓസ്ട്രേലിയയെ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് 14,800 കിലോമീറ്റർ ദൂരമുണ്ട്. ഇങ്ങനെ അധികം ദൂരം എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് കവർ ചെയ്യില്ല. അതുകൊണ്ട് ധാരാളം ഫ്ലൈറ്റ്സ് റീഫില്ലിങ്ങിന് വേണ്ടി എവിടെയെങ്കിലും നിർത്തണം. ഈ വഴി എമിറേറ്റ്സിന് ധാരാളം ലാഭം ലഭിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എമിറേറ്റ്സ് എയർലൈൻസ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ തങ്ങളുടെ ഹബ്ബായി മാറ്റി. സ്റ്റോപ്പ് ഓവറിന് വേണ്ടി വേറെ ഫ്ലൈറ്റ്സിന് എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യേണ്ടി വരുന്നു. എന്നാൽ എമിറേറ്റ്സ് ദുബായിൽ സ്റ്റോപ്പ് ഓവർ വെച്ചത് മൂലം പാസഞ്ചേഴ്സിന് പ്രൈസ് കുറയുന്നു. അങ്ങനെ പാസഞ്ചേഴ്സ് ടിക്കറ്റ് സേവ് ആവുന്നു. അതുമൂലം ദുബായിൽ വിസിറ്റേഴ്സ് ട്രാഫിക് കൂടുന്നു. എന്താണെന്ന് വെച്ചാൽ യാത്രക്കാർ വരുമ്പോൾ തന്നെ തിരിച്ചു പോകാതെ 2-3 ദിവസം ദുബായിൽ കറങ്ങിയിട്ടാണ് പോകുന്നത്. അങ്ങനെ പ്ലെയിനിൽ ഇന്ധന ടാങ്ക് മുഴുവൻ വേണമെന്ന നിർബന്ധവും കുറയുന്നു. എന്താണെന്ന് വെച്ചാൽ അധികം ഇന്ധനം ഉണ്ടാക്കുമ്പോൾ വെയിറ്റ് കൂടി പ്ലെയിൻ എഞ്ചിൻ കൂടുതൽ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുമൂലം ഇന്ധനം കൂടുതൽ ഉപയോഗിക്കുന്നു. എമിറേറ്റ്സ് സ്റ്റോപ്പ് ഓവർ ഹബ്ബ് യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്കയുടെ നടുക്കുള്ളത് കൊണ്ട് തന്നെ ഇന്ധനം ടാങ്ക് മുഴുവൻ നിറയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുമൂലം പ്ലെയിൻസിന്റെ എഫിഷ്യൻസി കൂടി ഇന്ധനം ഉപയോഗിക്കുന്നത് കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം എമിറേറ്റ്സ് എയർലൈൻസ് ദുബായിൽ മണിക്കൂറുകളോളം നിർത്തി ഇന്ധനവും പണവും ലാഭിക്കുന്നു. ഒരുപക്ഷെ വേറെ എയർലൈൻസ് ദുബായ് സ്റ്റോപ്പറിനെ ഉപയോഗിക്കേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ ഇന്ധനം കരുതേണ്ടതായി വരുന്നു. ഇതുമൂലം അവർക്ക് ഇന്ധനം കൂടുതൽ ഉപയോഗിക്കേണ്ടതായും വരുന്നു. എമിറേറ്റ്സിന്റെ അടുത്തിപ്പോൾ 119 എയർബസ് A380യും 148 ബോയിങ് 777 ഉണ്ട്. ലോകത്തിലുള്ള എയർബസ് A380 യൂണിറ്റ് മൊത്തത്തിൽ 50% എമിറേറ്റ്സ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 1989 നിന്ന് ഇപ്പോൾ വരെ മുഴുവൻ 4,000 ബില്യൺ യാത്രക്കാർ എമിറേറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേസമയം 3.5 കോടി ടൺ കാർഗോ എമിറേറ്റ്സ് ഡെലിവറി ചെയ്തിട്ടുണ്ട്. എമിറേറ്റ്സ് തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഒറ്റ പ്രാവശ്യം പോലും ഇത് നഷ്ടത്തിലായിട്ടില്ല. ഇവർക്ക് ഓരോ വർഷവും 59,000 കോടി ലാഭം കിട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ മുഴുവൻ ക്രെഡിറ്റും ദുബായ് ഷെയ്ഖിനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.